ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10 കറന്റ് അഫയേഴ്സ് ആണ്. വെറും 10 കറന്റ് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 കറന്റ് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ ഏത് മാസമാണ്? ആൻസർ ഓപ്ഷൻ എ 2018 ജൂൺ 20-നാണ്. 2018 ജൂൺ 20-നാണ് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് അവസാനമായി രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത്. 42ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി 2020 ജനുവരി 10-നാണ്. 3ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ പിനാകി ചന്ദ്രഘോഷാണ് ഇന്ത്യയുടെ ആദ്യ ലോക്പാൽ. 4ാമത്തെ ചോദ്യം, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കേരളമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യമായി പ്രമേയം പാസാക്കിയ സംസ്ഥാനം. 5ാമത്തെ ചോദ്യം, മഹാവികാസ് അഘാഡി ഏത് സംസ്ഥാനത്തിൽ അധികാരത്തിലേറിയ ത്രികക്ഷി സഖ്യമാണ്? ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്രയിൽ കയറിയ രാഷ്ട്രീയ പാർട്ടിയാണിത്. 6ാമത്തെ ചോദ്യം, ജ്ഞാനപീഠം നേടിയ 6ാമത്തെ മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി തെറ്റിപ്പോയതാണ്. ഓപ്ഷൻ സി അക്കിത്തമാണ്. അത് ഞാൻ പറഞ്ഞതിലുള്ള തെറ്റിപ്പോയതാണ്. ഇനി 7ാമത്തെ ചോദ്യം, ടു ബി ഓർ നോട്ട് ടു ബി എന്ന പുസ്തകം ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടു ബി നോട്ട് ടു ബി. ആൻസർ ഓപ്ഷൻ ബി അമിതാഭ് ബച്ചനുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളത്. ഇനി 8ാമത്തെ ചോദ്യം, ദ ഫാർ ഫീൽഡ് ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ എ മാധുരി വിജയുടെ കൃതിയാണ് ദി ഫാർ ഫീൽഡ് എന്ന് പറയുന്നത്. 49ാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിലെ അവസാന മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ മെഹബൂബ് മുഫ്തിയാണ് ജമ്മു കാശ്മീരിലെ അവസാന മുഖ്യമന്ത്രി. ലാസ്റ്റ് ചോദ്യം, ദുർബല വിഭാഗത്തിലെ കുട്ടികൾക്കെതിരെയുള്ള അക്രമം തടയാനായി കേരള പോലീസ് രൂപം നൽകിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കവചം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 10 കറന്റ് അഫയേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 കറന്റ് അഫയേഴ്സ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായും ഈ വരുന്ന പ്രിലിംസ് എക്സാമിന് ചോദിക്കും എന്നുറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇതിനു മുന്നേ 2 വീഡിയോ ഇട്ടിരുന്നു, 1ാമത്തെയും 2ാമത്തെയും. അത് കാണാത്തവർ ദയവ് ചെയ്ത് ആ വീഡിയോ പോയി കാണുക. അപ്പോ എല്ലാവരും ഈ ചോദ്യങ്ങൾ കൃത്യമായി എഴുതിയെടുക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.